إن الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم غافل الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان للمؤمن أن يقتل مؤمنا إلا خطأ ومن قتل مؤمنا خطأ فتحرير رقبة مؤمنة ودية مسلمة إلى أهله إلا أن يصدقوا فإن كان من قوم عدو لكم وهو مؤمن فتحرير رقبة مؤمنة وإن كان من قوم بينكم وبينهم ميثاق فدية مسلمة إلى أهله وتحرير رقبة مؤمنة فمن لم يجد فصيام شهرين متتابعين توبة من الله وكان الله عليما حكيما ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പുലർത്തി മുഅ്മിനായി മുഅ്മിനത്തായി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസിമാരായി ജീവിച്ചുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് കരസ്ഥമാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, യൗമുൽ ജുമുഅയിലെ നിന്റെ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ വിശ്വാസികളായ ഞങ്ങൾ ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞങ്ങളുടെ ജുമുഅ നമസ്കാരവും അതിലെ പ്രാർത്ഥനയും ഖുതുബയുമെല്ലാം വലിയ സൽക്കർമ്മമായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വലിയ ഒരു പരീക്ഷണത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ആരെ ഏൽപ്പിച്ചു കൊടുക്കണം എന്ന നിലക്കുള്ള ഒരു വലിയ ഇലക്ഷൻ നടക്കുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ വോട്ടുകൾ അത് കാര്യക്ഷമമായി
വിനിയോഗിക്കുവാനും ജനാധിപത്യ മതേതരത്വ ശക്തിക്ക് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ഇന്ത്യ മഹാരാജ്യത്ത് സ്വതന്ത്രമായി മത പ്രബോധനം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിന് തടസ്സമില്ലാതിരിക്കുകയും ചെയ്യുന്ന കക്ഷികളെ പടച്ചവനെ ഇലക്ഷനിലൂടെ ഈ ഭരണസാരഥ്യം നീ ഏൽപ്പിച്ചു കൊടുത്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നോമ്പും ഈദുൽ ഫിത്തറും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വിഷയ പഠനമാണ്. നോമ്പിന് മുമ്പ് ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിൻ്റെ പ്രതിക്രിയയെ സംബന്ധിച്ച് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വധശിക്ഷ വിധിക്കപ്പെട്ട് 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് കോടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് ഫാത്തിമയുടെ മകൻ അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ സൗദി പൗരന്റെ കുടുംബം 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ 2024 ഏപ്രിൽ 16-നകം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതറിഞ്ഞ് നാട്ടുകാർ അബ്ദുറഹീം നിയമസഹായ ട്രസ്റ്റ് രൂപവൽക്കരിച്ചു. ഭാരവാഹികൾ തുക സമാഹരിക്കുവാൻ ആദായ നികുതി വകുപ്പ്, റിസർവ് ബാങ്ക്, ഫെമ എന്നിവയിൽ നിന്ന് അനുമതി വാങ്ങി. കോഴിക്കോട്ടെ PM അസോസിയേറ്റ്സ് ആണ് ഇക്കാര്യങ്ങൾ ആ ട്രസ്റ്റിനെ സഹായിച്ചത്. ഫറോക്കിൽ ആട്ടോ ഡ്രൈവറായിരുന്ന അബ്ദുറഹീം 2006 നവംബർ 28-ന് ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലേക്ക് പോയി. 1 മാസത്തിനകമാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സ്പോൺസർ അബ്ദുറഹ്മാൻ അൽ ഷെഹരിയുടെ ശാരീരിക വൈകല്യമുള്ള മകൻ അനസ് അൽ ഷെഹരിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ട്യൂബിൽ അറിയാതെ കൈതട്ടി കുട്ടിക്ക് ബോധനഷ്ടമാവുകയും പിന്നീട് മരണം സംഭവിക്കുകയും ഉണ്ടായി. റിയാദ് കോടതി റഹീം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസിയും സർവകക്ഷി സമിതിയും അഭിഭാഷകരെ നിയോഗിച്ച് കേസിൽ ഇടപെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് ദിയാദനം അഥവാ ബ്ലഡ് മണി സ്വീകരിച്ച് പ്രതിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സൗദി കുടുംബം തയ്യാറായത്. ഇതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് വേണ്ടി 3 ആഴ്ച കൊണ്ട് 34.45 കോടി രൂപ കേരളത്തിൽ നിന്നും മറ്റുള്ള നാടുകളിൽ നിന്നുമൊക്കെ സമാഹരിച്ചുകൊണ്ട് റഹീമിനെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ട പ്രവർത്തനം ചെയ്ത എല്ലാ നല്ല മനുഷ്യസ്നേഹികളായ മനുഷ്യരെയും അഭിനന്ദിക്കുകയാണ്. അതിനോടൊപ്പം ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികളെ സംബന്ധിച്ച് വലിയ തർക്ക വിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമുക്കതിനെപ്പറ്റി ഒരല്പം പഠിക്കാം. അള്ളാഹ് പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. വമാ കാന ലിമുഅ്മിനിൻ, ഒരു മുഅ്മിനിന് പാടുള്ളതല്ല, അൻ യഖ്തുല മുഅ്മിനൻ, മറ്റൊരു മുഅ്മിനെ, മറ്റൊരു വിശ്വാസിയെ കൊന്നുകളയുക എന്നുള്ളത്. ഇല്ലാ ഖതഅൻ, അബദ്ധവശാലല്ലാതെ. എന്തെങ്കിലും അബദ്ധത്തിലൂടെ, കയ്യബദ്ധത്തിലൂടെ അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ അള്ളാഹു അത് അംഗീകരിക്കുന്നു. അബദ്ധവശാലല്ലാതെ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ മറ്റൊരു വിശ്വാസിയായ മനുഷ്യനെ കൊല്ലാൻ പാടില്ല. വമൻ ഖതല മുഅ്മിനൻ ഖതഅ, ആരെങ്കിലും അബദ്ധവശാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്നുകളഞ്ഞാൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, അവൻ ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം. അതിന് പകരമായി പ്രായച്ചിത്തമായിട്ട് ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണം. ദിയ എന്ന് പറഞ്ഞാൽ ദിയാദനം എന്ന് കേട്ടില്ലേ? നഷ്ടപരിഹാരത്തിനാണ് അത് പറയുക. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി,
കൊല്ലപ്പെട്ടവന്റെ അവകാശികൾക്ക് നഷ്ടപരിഹാരം, ബ്ലഡ് മണി നൽകുകയും വേണം. ഇല്ലാ അയ്യസ്സദ്ദഖൂ, ആ അവകാശികൾ അത് ഉദാരമായി വിട്ടു തന്നെങ്കിലൊഴികെ. അവകാശികൾ പറയുകയാണ്, വേണ്ട, ഞങ്ങൾ മാപ്പാക്കിയിരിക്കുന്നു, എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ആ പണം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കൽ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും സഹാബാക്കളുടെ കാലത്തും ദിയാധനമായി, ബ്ലഡ് മണിയായി നിശ്ചയിച്ചിരുന്നത് 100 ഒട്ടകത്തിന് തുല്യമായ സംഖ്യ, അല്ലെ 100 ഒട്ടകം, വലിയ സംഖ്യ വേണം കൊടുക്കാൻ. അതിൽ കുറയാൻ പാടില്ല. ഈ പറഞ്ഞ 100 ഒട്ടകത്തിന്റെ തുകയേക്കാൾ ബ്ലഡ് മണി എന്ത് ചെയ്യാൻ പാടില്ല, കുറയാൻ പാടില്ല. അത്രയും വലിയ സംഖ്യ കൊടുത്തേ പറ്റും. അവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കണം. فَإِنْ كَانَ مِنْ قَوْمٍ عَدُوٍّ لَكُمْ وَهُوَ مُؤْمِنٌ, ഇനി കൊല്ലപ്പെട്ടവൻ നിങ്ങളുടെ ശത്രു വിഭാഗത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ, ഒരു മുസ്ലിമിന്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ടയാളാണ്, പക്ഷേ എന്നാൽ പോലും വഹുവ മുഅ്മിൻ, കൊല്ലപ്പെട്ടയാൾ വിശ്വാസിയാണ് എങ്കിൽ, ശത്രു വിഭാഗത്തിൽപ്പെട്ടയാളാണ് പക്ഷേ കൊല്ലപ്പെട്ടയാൾ വിശ്വാസിയാണെങ്കിൽ, ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിച്ചാൽ മതിയാകുന്നതാണ്. വഇൻ കാന മിൻ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, ഇനി നിങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ട കക്ഷികളിൽപ്പെട്ടവരെല്ലാവരുമാണ് എങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് സഖ്യത്തിന് തയ്യാറായി. ഇസ്ലാമിക നിയമനിർദ്ദേശങ്ങൾക്ക് എതിരില്ലാതെ, അല്ലെങ്കിൽ അതിനെ എതിർക്കാതെ, ഞങ്ങൾ നിങ്ങളുമായി സഖ്യത്തിൽ കഴിഞ്ഞുകൊള്ളാം, സഖ്യത്തിൽ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വർഷത്തിൽ ഒരു ചെറിയ തുക അവരിൽ നിന്നും വാങ്ങി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് സഖ്യകക്ഷി എന്നറിയപ്പെടുന്ന മീസാഖ്. അങ്ങനെ സഖ്യകക്ഷിയായി ഇസ്ലാമുമായി കഴിഞ്ഞുകൂടുന്ന കക്ഷികളിൽപ്പെട്ടയാളാണ്, അയാളെയാണ് വധിച്ചതെങ്കിൽ, ഫദിയത്തും മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, ആ കുടുംബത്തിനും എന്ത് കൊടുക്കണം, ബ്ലഡ് മണി കൊടുത്തേ പറ്റും. വതഹരീറു റഖബത്തിൻ മുഅ്മിന, മുഅ്മിനായ ഒരടിമയെ മോചിപ്പിക്കുകയും വേണം. ഫമല്ലം യജിദ്, അതിനവന് കഴിയുന്നില്ല എങ്കിൽ, ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ, 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കണം. 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കുമ്പോൾ ഇടക്ക് വെച്ചെങ്ങാനും ഈ നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വീണ്ടും 2 മാസം തുടർച്ചയായി നോമ്പ് നോക്കും. ഇടക്ക് മുറിയാതെ 2 മാസം കൃത്യമായി നോമ്പ് നോറ്റ് പോകണം. ഇടക്ക് മുറിഞ്ഞു പോയാലോ വീണ്ടും ആ മുറിഞ്ഞെടുക്കുന്നത് വീണ്ടും 2 മാസം കറക്റ്റായി നോമ്പ് നോറ്റേ പറ്റും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അബദ്ധത്തിൽ വരുന്ന കൊലകൾക്ക് ഏർപ്പെടുത്തിയിട്ടിരിക്കുന്ന ശിക്ഷ. എന്നിട്ട് അല്ലാഹു പറയുക, തൗബതം മിനല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ച പശ്ചാത്താപ മാർഗമാണിത്. അല്ലാഹു നിശ്ചയിച്ച തൗബയാണ്. ഇപ്പൊ അടിമയെ മോചിപ്പിക്കാൻ അടിമയില്ലല്ലോ. അക്കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പോൾ അടിമയില്ല. അതിനു പകരം ബാക്കി 2 കാര്യങ്ങളുണ്ടല്ലോ, ദിയാദനം, ബ്ലഡ് മണി കൊടുക്കാം, അല്ലെങ്കിൽ 2 മാസം അടുപ്പിച്ച് നോമ്പ് നോക്കാം. അടിമയുടെ കാര്യം വിട്ടേക്കും, ബാക്കി 2 കാര്യങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുക, തൗബത്തം മിനല്ലാഹ്, ഇത് അള്ളാഹു നിശ്ചയിച്ച പശ്ചാത്താപ മാർഗമാണിത്. വകാനല്ലാഹു അലീമൻ ഹകീമാ, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനും യുക്തിമാനുമാണ്. അള്ളാഹുവിനെ പറ്റിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. റബ്ബ് നിശ്ചയിച്ച ഒരു മാർഗമാണ്. കാരണം ഒരു മനുഷ്യനെയും അന്യായമായി കൊല്ലാൻ പാടില്ല. അബദ്ധവശാൽ കൊല്ലപ്പെട്ടാൽ അതിന് ഇപ്രകാരമുള്ള മാർഗങ്ങൾ ചെയ്തേ പറ്റൂ, പശ്ചാത്താപം എന്ന രൂപത്തിൽ. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദ, ആരെങ്കിലും കരുതിക്കൂട്ടി ഒരു മുഅ്മിനിനെ കൊന്നുകളഞ്ഞാൽ, ഒരു വിശ്വാസിയെ കൊന്നുകളഞ്ഞാൽ, ഫജസാഉഹു ജഹന്നം, അവന്റെ പ്രതിഫലം എന്താണ്? ജഹന്നമാണ്, നരകമാണ്. ഖാലിദൻ ഫീഹാ, അതിൽ അവൻ സ്ഥിരമായി താമസിക്കേണ്ടി വരും, ജഹന്നമിൽ, നരകത്തിൽ. വഗളിബല്ലാഹു അലൈഹി, അവന്റെ മേൽ അള്ളാന്റെ കോപമുണ്ട്. ആരാണോ കൊലയാളി, ആ കൊന്നവന്റെ മേൽ അള്ളാന്റെ കോപമുണ്ടായിരിക്കും. വലഅനഹു, ആ കൊന്നവന്റെ മേൽ അള്ളാഹുവിന്റെ കാലാകാലമായ ശാപവും ഉണ്ടായിരിക്കും. വഅഅദ്ദ ലഹു അദാബൻ അളീമാ,
അവന് ഭയങ്കരമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് മരിച്ചു എന്ന് കഴിയുമ്പോൾ. ഇത് സൂറത്തു അൻ-നിസായിലെ 92, 93 വചനങ്ങളായിക്കൊണ്ട് അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഇനി പ്രതിക്രിയ ചെയ്യാൻ, പ്രതികാരം ചെയ്യാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട്. അതിനും അള്ളാഹു പഠിപ്പിച്ച ആയത്ത് സൂറത്തു ഇസ്രായിലെ 33-ാമത്തെ ആയത്താണ്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള ജീവനെ ന്യായപ്രകാരമല്ലാതെ ആരും ഹനിച്ചു കളയരുത്, വധിച്ചു കളയരുത്. ഓരോ ജീവനും, ഓരോ മനുഷ്യ ജീവനും അള്ളാഹു വളരെയധികം പവിത്രത നൽകിയിട്ടുള്ളതാണ്. ജീവൻ, സ്വത്ത്, ബ്ലഡ്, ഈ അഭിമാനം, ഈ കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു വലിയ പവിത്രതയും വിലയുമാണ് നൽകിയിട്ടുള്ളത്. ഇതിലൊന്നും ആർക്കും കൈവെക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. ഒരാളെ കൊല്ലാൻ പാടില്ല, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഒരാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് ഗൗരവമുള്ള കുറ്റമാണ്. അള്ളാഹ് പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രത നൽകിയിട്ടുള്ള ജീവനെ ന്യായപ്രകാരമല്ലാതെ നിങ്ങൾ കൊന്നുകളയാൻ പാടില്ല. വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. അക്രമത്തിന് വിധേയനായി വല്ലവനും കൊല്ലപ്പെടുന്ന പക്ഷം അവന്റെ അവകാശിക്ക് നാം പ്രതികാരം ചെയ്യാൻ അധികാരം നൽകിയിട്ടുണ്ട്. വമൻ ഖുതില മദ്ലൂമൻ, അക്രമത്തിന് വിധേയനായി ആരെങ്കിലും കൊല്ലപ്പെടുന്ന പക്ഷം ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനൻ, അവന്റെ വലിയകൾക്ക്, അവന്റെ ആ കൊല്ലപ്പെട്ടവന്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഈ കൊന്നവനെ ശിക്ഷിക്കാനുള്ള അധികാരം അള്ളാഹു വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആ അധികാരം ഒരു ഇസ്ലാമിക ഭരണക്രമമുള്ള നാടാണെങ്കിൽ അത് കോടതി മുഖേന നടപ്പാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകിയിരിക്കുകയാണ്. ആ കൊന്നവനെ കൊന്നുകളയുക തന്നെ വേണം. പിന്നെ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കരുതി കൂട്ടി കൊലപാതകം ഏർപ്പെടുത്തിയാൽ അതിനാണ് അള്ളാന്റെ ശിക്ഷ. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. എന്നാൽ ഈ കൊല നടത്തിക്കഴിഞ്ഞ് ഈ കൊലയാളിയെ ശിക്ഷിക്കുമ്പോൾ അവനെ കൊലപാതകത്തിൽ അവന് അതിരുകവിയാൻ പാടില്ല. എങ്ങനെയാണോ ഒരുത്തനെ കൊന്നുകളഞ്ഞത് അപ്രകാരമേ മറ്റവനെയും കൊല്ലാൻ പാടുള്ളൂ. അവന്റെ ബോഡി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ബോഡി വികൃതമാക്കാനോ അത് കീറിപ്പറിക്കാനോ ഒന്നും അള്ളാഹു അനുവാദം നൽകുന്നില്ല. ഇന്നഹു കാന മൻസൂറാ, തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാണ് എന്ന് സൂറത്തു അൽ ഇസ്രായിലെ 33-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഇനി തുല്യ ശിക്ഷ അള്ളാഹു നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഒരു സൂറത്താണത് തുല്യ ശിക്ഷ. അത് അൽ ബഖറ സൂറത്തിലെ 178-ാമത്തെ ആയത്തിലായിക്കൊണ്ട് പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കൊലപാതകം നാട്ടിൽ ഇതിനു വേണ്ട വർദ്ധിക്കാനുണ്ടായ കാരണം എന്നറിയാവോ? ഈ ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ്. ഒരുത്തൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഭൂമിയിൽ വെച്ചിട്ടിരിക്കാൻ പാടില്ല. അത് അള്ളാന്റെ നിയമമാണ്. അവനെ കൊന്നേ പറ്റൂ. അബദ്ധത്തിൽ മാത്രം കൊല വന്നതാണെങ്കിലേ മറ്റേ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം നടപ്പാക്കാൻ പാടുള്ളൂ. ഇനി ആ അബദ്ധത്തിലല്ല നേർക്ക് നേരെ കൊന്നതാണെങ്കിൽ കൊല്ലുക തന്നെ വേണം. ഇപ്പൊ സിദ്ധാർത്ഥന്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കിയേ. പൂക്കോട്, വയനാട് പൂക്കോട്ട് സർവകലാശാലയിൽ, മറ്റേ വെറ്റിനറി സർവകലാശാലയിൽ പഠിച്ച സിദ്ധാർത്ഥൻ, ആ മകനെ കുറെ കൂട്ടുകാർ ചേർന്ന്, അവന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതും മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്നതുമായ കുട്ടികൾ ചേർന്ന് ക്രൂരമായി വധിച്ചു, അതിക്രൂരമായി. ആ പയ്യൻ നാട്ടിലേക്ക് പോയ പയ്യനാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാ മറ്റെന്തോ. ആ പോയ പയ്യനെ അവന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് വീണ്ടും വയനാട് വരുത്തിയിട്ടാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്, ആസൂത്രണം ചെയ്തത്. ആലോചിക്ക്, കൂടെ പഠിക്കുന്നവരും മുതിർന്ന കുട്ടികളും ചേർന്നാണ് ആ കൊന്നത്. യഥാർത്ഥത്തിൽ ഈ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോടൊന്ന് ചോദിച്ചു നോക്കിയേ, എന്ത് ചെയ്യണം ഇവന്മാരെ എന്ന്. ഒറ്റയടിക്ക് മറുപടി പറയും, ആ അച്ഛനും അമ്മയും കൊന്നുകളയണം സാർ എന്ന് പറയും. എന്റെ മകനെ നിഷ്ഠൂരമായി തല്ലിക്കൊന്ന ഈ പിശാചുക്കളെ കൊന്നുകളയണമെന്നേ അവർ പറയുള്ളൂ. ഉറപ്പായിട്ട് നമ്മളതിന് നേരെ വർത്താനം പറയും. മറ്റുള്ള ആൾക്കാർ സ്വന്തം നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ സ്വന്തം മനിയൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞ്, ഒറ്റ ഒരു കുഞ്ഞ് 10-15 വർഷം കൊണ്ട് കാത്തിരുന്നുണ്ടായ കുഞ്ഞിനെ ഒരുത്തം കൊന്നു, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും?
കൊന്നുകളയണം എന്നേ പറയുള്ളൂ. ആരാണെങ്കിലും അതേ പറയുള്ളൂ. അത് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു നീതിമാനായതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ. ഒരു വട്ടം അങ്ങനെ ചെയ്താൽ പിന്നെ അവൻ ഭൂലോകത്തുണ്ടാകില്ലല്ലോ. ഇത് ചെയ്യാത്തത് കൊണ്ടല്ലേ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞ് എത്ര പേരെയാണ് കൊന്നു കളഞ്ഞിട്ടുള്ളത്. എത്ര 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 ആൾക്കാരെ ആ ട്രെയിനിൽ നിന്നും ആ നോമ്പ് പകുതിയോടുകൂടി ഒരു TTR-നെ തള്ളിയിട്ട് കൊന്നില്ലേ? ഒരു അന്യ സംസ്ഥാന തൊഴിലാളി. ആ ഒരാഴ്ച കൊണ്ട് അവനെ കൊന്നിരുന്നെങ്കിൽ, ഒരാഴ്ച കൊണ്ട് അവനെ ആ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊന്നിരുന്നെങ്കിൽ പിന്നെ ആൾക്കാരൊന്നും പേടിക്കില്ലയോ? ആരെങ്കിലും മുതിരുവോ പിന്നെ കൊലപാതകത്തിന്? അതിനു മുമ്പ് ഒരു പെൺകുട്ടിയെ ഒരു വികലാംഗൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നില്ലയോ? അവനും എന്താണ് അവസാനം ഉണ്ടായത്? വല്ലതും ഉണ്ടായോ? ഇനി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി എത്രയോ വർഷങ്ങൾ ഭരിച്ചിരുന്നവരാ, അവരെയും വെടിവെച്ച് കൊന്നല്ലോ. ആ വെടിവെച്ച് കൊന്നതിൽ ബിയാന്ത് സിംഗിന്റെ മകൻ ഇപ്പൊ മത്സരിക്കുന്നുണ്ട് ലോകസഭാ ഇലക്ഷനിൽ. എന്നാലോചിക്ക്, ഒരു രാജ്യം 10 എത്രയോ ഘട്ടങ്ങളിൽ ഭരണം നടത്തിയിരുന്ന ഇന്ദിര എന്ന് പറയുന്ന നല്ലൊരു ഭരണാധികാരിയെ വെടിവെച്ച് കൊന്നിട്ട്, ആ വെടിവെച്ച് കൊന്നതിൽ ഒരുത്തൻ ബിയാന്ത് സിംഗ് എന്ന് പറയുന്നവന്റെ മകൻ ഇപ്പൊ ലോകസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു. ഈ ലോകസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആൾക്കാരുടെ ചരിത്രമെടുത്താൽ അതിൽ എത്രയോ ക്രിമിനൽ പുള്ളികളുണ്ട്, എത്രയോ പേരുണ്ട്. കർഷക സമരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റിയിട്ട് എത്രയോ പേരെ കൊന്നവനും മത്സരിക്കുന്നില്ലയോ? അവനന്ന് മന്ത്രിയല്ലായിരുന്നു? അവനന്ന് മന്ത്രിയായിരുന്നു. പാവപ്പെട്ട കർഷകർ നീതിക്ക് വേണ്ടി സമരം നടത്തിയപ്പോൾ ആ കർഷക സമരത്തിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ദുഷ്കരണം കൊന്ന മന്ത്രി ഇപ്പോഴും മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശാപം. അള്ളാഹു പറഞ്ഞ ശിക്ഷാവിധി നടപ്പാക്കാത്തത് കൊണ്ട് എല്ലാവരും ഇങ്ങനെ സുഖമായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് കൊന്നവനെ കൊല്ലുക തന്നെ വേണം. എന്നിട്ട് അള്ളാഹു പറയാണ് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. അല്ലയോ വിശ്വാസികളെ, ബുദ്ധിമാന്മാരെ, വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി പ്രതിക്രിയയിൽ, തുല്യ ശിക്ഷ നടപ്പാക്കുന്നതിൽ, ഹയാത്തുൻ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുണ്ട്. ഒരു കൊലപാതകി നാട്ടിൽ ഇങ്ങനെ വിലസി നടക്കുകയാണ്, അവൻ വീണ്ടും വീണ്ടും കൊല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന് വല്ല നിലനിൽപ്പുണ്ടാവോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഒരു ഭയങ്കരമായ ഗുണ്ട വിലസിക്കൊണ്ട് നടക്കുകയാണ്. അവർ 5-10 പേരെ കൊന്നു, എന്നിട്ടും സുഖമായി വിലസുകയാണ്. ഓരോ കാലാവധി കഴിയുമ്പോഴും അവൻ ഇറങ്ങിയിട്ട് വീണ്ടും വീണ്ടും ആൾക്കാരെ കൊല്ലുകയാണ്. ആ നാട്ടുകാർക്ക് വലിയ സമാധാനം ഉണ്ടാവുമോ? അള്ളാഹ് പറയുന്നു വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി തുല്യ ശിക്ഷ നൽകുന്നതിൽ, പ്രതികാര നടപടി എടുക്കുന്നതിൽ, ഹയാത്തുൻ ജീവിതത്തിന്റെ നിലനിൽപ്പുണ്ട്. യാ ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ സൂക്ഷിക്കുന്നവരാണെങ്കിൽ പ്രതിക്രിയ നടപ്പാക്കുക തന്നെ വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ശിക്ഷാവധി. ഇതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. വിമർശിക്കുന്നവർക്ക് എന്ത് പറയാനാ ഉള്ളത്? ഈ കൊലപാതകളെ മുഴുവൻ നാട്ടിൽ വിലസാൻ അനുവദിക്കുകയോ? അനുവദിച്ചുകൊണ്ടല്ലേ ഇന്ത്യ മഹാരാജ്യം ഇപ്രകാരം ഈ തെമ്മാടികളുടെയും ഈ പറയുന്ന ഗുണ്ടകളുടെയും ഒക്കെ നാടായി മാറിയത്. യഥാർത്ഥത്തിൽ ഇതിൽപ്പെട്ട ആൾക്കാരെ പിടിച്ച് ഓരോ ബുള്ളറ്റുകൾ വിനിയോഗിച്ച് അവരുടെ നെറ്റിക്കൊക്കെ വരെ വെടികൊടുത്തിരുന്നെങ്കിൽ ഈ നാട് എപ്പോഴും നന്നായേനെ. അള്ളാഹ് പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും നന്നായേനെ. പക്ഷെ അത് നന്നാക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. അതാണ് നമ്മൾ അപ്പോഴ് പത്രക്കാരിറങ്ങുന്നു, TV-ക്കാരിറങ്ങുന്നു, സ്വതന്ത്ര എല്ലാവരും ഇറങ്ങുന്നു. അവന് വേണ്ടി, ആർക്ക്? കൊലയാളിക്ക് വേണ്ടി. കൊന്നവന്റെ കുടുംബം കഷ്ടപ്പാടിലും സങ്കടത്തിലും കഴിഞ്ഞു കൂടുന്നു. അത് നിർത്തലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇപ്രകാരമുള്ള ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞത്. അതിനെ വിമർശിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ ശിക്ഷയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. മലയാളിയുടെ കാരുണ്യം അതെത്ര പുകഴ്ത്തിയാലും മതിയാകില്ല. വളരെ കുറഞ്ഞ 3 ആഴ്ച കൊണ്ടാണ് 34,45,00,000 രൂപ മലയാളികൾ സമാഹരിച്ചത്. എന്തൊരു നല്ല വിശാലമായ മനസ്സാണ് ഈ റമദാൻ മാസത്തിൽ. ആ ഈദുൽ ഫിത്ർ ദിനത്തിലാണ് ആ ഫണ്ട് തികഞ്ഞത്. ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, കയ്യബദ്ധത്തിലൂടെ കൊലപാതകത്തിൽ ഏർപ്പെട്ട ഒരാളെ തിരിച്ചു കൊണ്ടുവരുവാൻ മലയാളി കാണിച്ച എക്കാലത്തും എല്ലാവരാലും പുകഴ്ത്തപ്പെടുന്ന ഒരു നല്ലൊരു പ്രവൃത്തി. അൽഹംദുലില്ലാഹ്. ഇതിനു മുമ്പ് മാട്ടൂൽ ഒരു സംഭവമുണ്ട്. മാട്ടൂൽ, കണ്ണൂർ മാട്ടൂലിലെ 1.5 വയസ്സുകാരൻ മുഹമ്മദിനെ
സ്പൈനൽ മസ്കുലർ അട്രോഫി SMA ബാധിതനായ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ നാടാകെ കൈകോർത്ത് 46 കോടി രൂപ സമാഹരിച്ചു. ഇതിനു മുമ്പ് ചോദിച്ചതിൽ അധികം പണമാണ് അന്ന് കണ്ടെത്തിയത്, 46 കോടി രൂപ. 2021 ജൂലൈയിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങിന്റെ കഥ ഉണ്ടായത്. പഴയങ്ങാടിക്ക് സമീപം മാട്ടൂർ സ്വദേശിയായ മുഹമ്മദിനും സഹോദരിക്കുമാണ് അപൂർവ ജനിതക രോഗമായ SMA ബാധിച്ചത്, സ്പൈനൽ മസ്കുലർ അട്രോഫി. 18 കോടിയുടെ കുത്തിവെപ്പാണ് വേണ്ടത്. നാട്ടുകാർ ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കി. സമൂഹ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തു. എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ച് 18 കോടിയും കവിഞ്ഞ് 46.78 കോടി രൂപയാണ് അന്ന് അക്കൗണ്ടിൽ എത്തിയത്. വെറും 6 ദിവസം കൊണ്ടാണ്. 6 ദിവസം കൊണ്ട് മുഹമ്മദിന്റെയും സഹോദരിയുടെയും ചികിത്സക്ക് വേണ്ട പണം എടുത്തതിന് ശേഷം ഇതേ രോഗം ബാധിച്ച കുട്ടികൾക്ക് ഈ പൈസ കൈമാറുകയാണ് ഉണ്ടായത്, ബാക്കി പൈസ. ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സുണ്ടല്ലോ, ഈ മലയാളിയുടെ മനസ്സ് വർഗീയത ബാധിച്ചിട്ടില്ല. ഉറപ്പായിട്ടും എല്ലാ ജാതി മതസ്ഥരുമാണ് ഇതിനോട് സഹകരിച്ചത്. അപ്പോൾ ആ സഹകരണം എല്ലാ കാലത്തും നിലനിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു ഹദീസ് ഇവിടെ പറയുന്നത് നന്നായിരിക്കും. ഇർഹമു മൻഫിൽ അർദ് ഇർഹമുക്കും മൻഫിസ്സമ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഇർഹമു മൻഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ എന്ത് കാണിക്കുക? കാരുണ്യം കാണിക്കുക. ഇർഹമുക്കും മൻഫിസ്സമ, നിങ്ങൾ അങ്ങനെ കാരുണ്യം കാണിച്ചാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കും. അതാണ് ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരുണ്യം വഴിഞ്ഞൊഴുകി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ഇലക്ഷനിൽ പഠിച്ചവരെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ നടക്കുന്ന കക്ഷികളെ നീ ഒറ്റപ്പെടുത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ വോട്ട് ക്രിയാത്മകമായി വിനിയോഗിക്കുവാനുള്ള കഴിവ് ഞങ്ങളുടെ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.